ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആദിക്കാർട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രോയിങ് ചെയ്യാൻ അറിയായിരിക്കും. പക്ഷേ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ പൊസിഷനും പിന്നെ ഡ്രോയിങ് ചെയ്യാനും ചെറിയൊരു പാടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോകളെല്ലാം ക്ലിയർ ചെയ്യാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അതും എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഔട്ട്ലൈൻ്റെ പൊസിഷൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഫേസ് അത്രയും വലിയ റൗണ്ട് വരയ്ക്കുക. പിന്നെ കണ്ണിൻ്റെ പൊസിഷൻ അവിടെ രണ്ട് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ രണ്ട് ലൈനിൻ്റെ നടുക്കൂടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മൂക്ക് വരയ്ക്കാൻ വേണ്ടി ഇടുക. പിന്നെ രണ്ട് സൈഡിൽ ഒരു വലിയ റൗണ്ട് ചെവിക്ക് വേണ്ടി വരയ്ക്കും. ചില ഫോട്ടോയ്ക്കകത്തൊന്നും ചെവി കാണത്തില്ല, അത് ചെവി കാണത്തില്ല, മറന്നു പോയി കാണും. അപ്പം നമ്മൾ ഒന്നും വരച്ചില്ലെങ്കിലും നമുക്ക് ചുമ്മാ ഒരു റൗണ്ട് വരച്ച് വെച്ചേക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് മീശയും തടിക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ വരച്ച് വെച്ചിരുന്ന ഫോട്ടോ കാണിക്കാം. അത് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ ഫോട്ടോ ആണ് ഗൈസ്. ഇപ്പോഴടുത്താണ് നമ്മൾ വരച്ച് വെച്ചിരുന്ന ഫോട്ടോ. അപ്പം നമുക്കിത് ഷെയ്ഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതുപോലത്തെ കുറച്ച് ലൈനൊക്കെ വരയ്ക്കും. നമ്മളിപ്പോൾ ഓൾറെഡി ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ബ്ലെൻഡർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ചെയ്യാം. കാരണം ചെറിയ ബ്ലെൻഡർ വെച്ചെടുത്ത സമയം പോകും ഗൈസ്. പിന്നെ നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള കണ്ണിൻ്റെ താഴെ ലൈൻസൊക്കെ നമുക്ക് വരയ്ക്കണം. നമുക്ക് ഇവിടെ ആയിട്ടുള്ള ലൈൻസിലൊക്കെ നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഇത്രയും വരച്ചിട്ട് ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഒന്നിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഡാർക്ക് സൈഡൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 8B പെൻസിലാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. കണ്ണിൻ്റെ രൂപത്തിലുള്ള പിരികത്തിൽ നമ്മൾ ചെയ്യുക. പിന്നെ നിറയുള്ള ഭാഗത്ത് നമുക്ക് ആദ്യം വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ചെറിയ ലൈറ്റ് പെൻസിൽ വെച്ചിട്ട് മേളിൽ കൂടെ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് 5H പെൻസിലെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ആയിട്ട് പിന്നെ നമ്മളിപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് പെൻസിൽ ഉപയോഗിച്ച് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആവറേജ് ഡാർക്ക്നെസ് ആയിട്ട് 5B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 5B പെൻസിൽ ഉപയോഗിച്ച് ഒന്നും കൂടെ അതിൻ്റെ മേളിൽ കൂടെ ചെയ്യാം. ഇത് നിങ്ങൾ എല്ലാ ഡാർക്ക്നെസ്സിലുള്ള പെൻസിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ പെൻസിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഗൈസ്. നമ്മൾ ചുണ്ട് കുറച്ച് ഡാർക്കായിട്ട് ചെയ്യണം. ഈ ചുണ്ട് കാണുന്നില്ലേ? അപ്പോൾ കുറച്ച് ഓവർ ഡാർക്ക് ആയതുകൊണ്ട് ചുണ്ട് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് 8B പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം. എന്നിട്ട് ചെറിയൊരു ഇറേസർ ഉപയോഗിച്ച് നമ്മളത് നമുക്ക് മായ്ക്കാം. ഡാർക്കായിട്ട് വായിക്കേണ്ട, ലൈറ്റായിട്ട് വായിച്ചാൽ മതി. എന്നിട്ട് നമ്മളൊരു 5B പെൻസിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബ്ലെൻഡ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ബ്ലെൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്താൽ നല്ലതായിരിക്കും ഗൈസ്. കാരണം നമുക്ക് നല്ലോണം മിക്സ് ആവും ഗൈസ്. നമ്മൾ ഹാൻഡ് പ്രഷർ നമുക്ക് നല്ലോണം ഉപയോഗിക്കുകയും ചെയ്യും.
ഗൈസ് ഇനി നമ്മൾ അടുത്തതിനകത്ത് നമുക്ക് ലൈറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് അടിക്കണം ഗൈസ്. നമുക്ക് ലൈറ്റുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കവിളിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും ഗൈസ്. പിന്നെ കണ്ണിൻ്റെ ഭാഗത്ത് ഇവിടെ ആയിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഉള്ള കുറച്ച് ലൈനൊക്കെ കാണാം ഗൈസ്. അപ്പോൾ നമ്മളതൊരു എക്സ് കളറിൽ അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്യുക. ക്രോസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഒറിജിനാലിറ്റിയോ അല്ലെങ്കിൽ നമുക്കൊരു ലൈനായിട്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ക്രോസ് ചെയ്തിട്ട് ബ്ലെൻഡറിന് പകരം നമ്മൾ ഉപയോഗിച്ച് സ്പോഞ്ച് കഴിച്ചിട്ടുണ്ടാവും. മൂക്കിന് എല്ലാം ഡാർക്കായിട്ടുള്ള നമുക്ക് ഒരു ബ്ലെൻഡറിനകത്ത് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഡാർക്കാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് ചുമ്മാ ഡാർക്കിങ് ചെയ്താൽ മതി. നമ്മളിനി ഇത്ര ചെയ്ത് കഴിയുമ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ കുറച്ചായിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുമ്പോൾ കൃഷ്ണമണി കൊണ്ടാലും കുഴപ്പമില്ല. വയസ്സ് നമുക്കത് വീണ്ടും വരച്ചെടുക്കാന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഷർട്ടിൻ്റെ സൈഡിലാണ്. ഷർട്ടെന്ന് വെച്ചാൽ കോളറിൻ്റെ ഇവിടെയൊക്കെ. അത് നമ്മൾ ആദ്യം ഇവിടെ കോളറിൻ്റെ നമ്മൾക്കുള്ള ചെസ്റ്റ് നമുക്കൊന്ന് ചെസ്റ്റ് നമുക്കൊന്ന് ഡാർക്കാക്കണം. ചെസ്റ്റ് നമ്മളൊരു വി ഷേപ്പ് ചെയ്താണ് വയസ്സാണ്. അതാകുമ്പോൾ നമുക്ക് എക്സ് ആയിട്ട് ചെയ്യേണ്ടതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്കത് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് കോളറിന് ഇവിടെയുള്ള ഷാഡൊക്കെ നമ്മളിന്ന് ചെയ്യണം. പിന്നെ ഓരോ ലൈനായിട്ട് നമ്മൾ വരും. നമ്മൾ മുടി ഒന്നുകൂടെ നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി നമ്മളത് ഒരുപാട് ഡാർക്കായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഡാർക്കാക്കാം. അപ്പോൾ നമ്മൾ നരയ്ക്കാത്ത നമ്മൾ ബ്ലാക്ക് ഹെയറിന് നടുക്കൊക്കെ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് A5-ൻ്റെ ബുക്കാണ്. അപ്പോൾ നമുക്ക് സ്ഥലം ബാക്കി വരും. അപ്പം നമ്മൾ അത്രയും സ്ഥലത്ത് നമ്മൾ സിനിമ ടൈറ്റിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ പേരും എല്ലാം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സൈൻ എഴുതുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം ബാലൻസ് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യണം ഗൈസ്. ബ്ലെൻഡർ വെച്ചിട്ട് ക്രോസ് ആയിട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ സ്പോഞ്ച് ചോക്ക് ചെയ്യണം. എന്നിട്ട് വൈറ്റ് ഷർട്ടാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓവർ വൈറ്റ് ഷർട്ടല്ലല്ലോ.
നമ്മൾ പിരികം ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ആ പിരികം എങ്ങോട്ടാണെന്നുള്ള ആംഗിളാണ് വരയ്ക്കേണ്ടത്. അത് ഫേസിന് എക്സ്പ്രഷൻ അനുസരിച്ചിരിക്കും പിരികത്തിന് ആംഗിൾ. അപ്പോൾ നമ്മൾ പിരികത്തിനടിച്ച് നമ്മൾ ചുമ്മാ ലൈൻ വരച്ച് വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്രഷനും കിട്ടും. പിന്നെ മുഖത്ത് കുറേ പാടൊക്കെ ഉള്ളത്, അതായത് ലൈൻസ് പോലൊക്കെ വരുന്നത്, അതൊക്കെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയ്ക്കുള്ളൂ. വീഡിയോ ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ബൈ.